ഒരു ഊണ് കഴിക്കാൻ ഇറങ്ങിയ കേട്ടോ. ഒരുപാട് പേര് മെസ്സേജൊക്കെ അയച്ച് പറഞ്ഞൊരു സ്പോട്ടാണ്. ലൊക്കേഷൻ വരുന്നത് നമ്മളെ കോഴിക്കോട് തന്നെയാണ്. കോഴിക്കോട് പോലീസ് ക്യാൻറ്റീൻ്റെ ഒരു ഫുഡ് സ്പോട്ട് വരുന്നില്ലേ, നമ്മളെ കമ്മീഷൻ ഓഫീസിൻ്റെ ഒക്കെ ഭാഗത്ത് ഡീറ്റെയിൽ ലൊക്കേഷൻ അവസാനം വീഡിയോ അവസാനം കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഞാൻ കയറിയപ്പോൾ തന്നെ ചോറാവുന്നേ ഉള്ളായിരുന്നു. ഒരു 10 മിനിറ്റ് വെയിറ്റിംഗ് ഒക്കെ പറഞ്ഞിരുന്നു. നല്ല തിരക്ക്. അപ്പോൾ തന്നെ ഒരുപാട് പേര് ഈ ഓട്ടോ ഡ്രൈവർമാരും സ്റ്റുഡൻസും ഒക്കെ ഒരുപാട് പേര് വന്ന് ഇങ്ങനെ ക്യൂ നിൽക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഐറ്റംസ് ഒക്കെ എഴുന്നേ ഉള്ളൂ. മത്തിൻ്റെ, കേദറുണ്ട്, ഓംലെറ്റുണ്ട്, ബിരിയാണി 110 തോന്നുന്നു. 100 പിന്നെ ഞാനൊരു ചോറും വാങ്ങിയിട്ടുണ്ട്, ഒരു മത്തി പൊരിച്ചു കേട്ടോ. മൊത്തം 90 രൂപയാണ്. അച്ചാറൊക്കെ കൂടെ ടേബിളിൽ തന്നെ ഉണ്ട് കേട്ടോ. പിന്നെ ബിരിയാണി ഉണ്ട്, കുറേ പേര് ബിരിയാണി കഴിക്കുന്നുണ്ട്. അമ്പക്കുള്ള സാധനം വരുന്നുണ്ട് കേട്ടോ. അങ്ങനെ പ്ലേറ്റിലാക്കിയിട്ടാണ് സെർവ് ചെയ്യുന്നത്. നോക്കട്ടെ എങ്ങനെ ഉണ്ട്. മത്തി വലിയ മത്തി കേട്ടോ. പപ്പടം ഉണ്ട്, സൈഡ് ഐറ്റംസ് കറികളെല്ലാം ഉണ്ട്. അപ്പോൾ നമുക്കൊന്ന് കഴിച്ചോ. നല്ല ചൂടുണ്ട്, ഇപ്പം തുടങ്ങിയിട്ടേ ഉള്ളൂ. ചോറ്, മീൻകറി ആയിരിക്കാം, മീൻചാറ്, തേങ്ങ അരച്ചിട്ടുള്ള മീൻചാറ്, പച്ചക്കറി, വെള്ളരിയാണ് തോന്നുന്നു. വെള്ളരിയൊക്കെ തന്നെ കഴിച്ചു നോക്കട്ടെ കേട്ടോ. കുറേ പേർക്ക് പറഞ്ഞ മെസ്സേജ് ഉണ്ട്, ഇത് കഴിച്ചു നോക്കാണ്ട്, ട്രൈ ചെയ്ത് നോക്കാണ്ടൊക്കെ. പച്ചക്കറി ആയാലും മീൻകറി ആയാലും പച്ചക്കറി വെള്ളരി കേട്ടോ. എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. അപ്പോഴാണ് ഇപ്പോൾ ഒരു ഗ്ലാസ് പായസം കൊണ്ടുവച്ചത്. ഞാൻ വിചാരിച്ചില്ലായിരുന്നു. 50 റുപ്യേൻ്റെ ചോറിനോടൊരു പായസം കൂടി ആയിട്ട് വെറുതെ അങ്ങനെ എല്ലാം കൂടി കിട്ടുന്നതാണ് ആ ഒരു തിരക്ക് വരുന്നത്. ഈ ഒരു പച്ചക്കറി എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ കഴിച്ചപ്പോൾ. പിന്നെ ഒരു തക്കാളിൻ്റെ കൂട്ട്, ഒരു ഉപ്പേരി ഉണ്ട്, പപ്പടം ഉണ്ട്, ഒരു കൊണ്ടാട്ടമുളകുണ്ട്, പിന്നെ മോര് പാത്രത്തിലുണ്ട്, പച്ചക്കറി, മീൻകറി, പായസം, അച്ചാറ്. നമ്മൾ സെറ്റാട്ടോ. കുറേ സ്റ്റുഡൻസും മറ്റുമാണ് വന്ന് കഴിക്കുന്നത് കണ്ടിട്ട്. ആ ഒരു സമയം കണ്ടായിരിക്കും നമ്മളെ മീൻ പൊരിച്ചതിൻ്റെ കാര്യം മറന്ന്. അത്യാവശ്യം വലിപ്പമുള്ളൊരു മീനിന് പിന്നെ ഓരോ സമയത്ത് ഓരോ റേറ്റ് ആയിരിക്കുമല്ലോ, സീസണൽ റേറ്റ് അല്ലേ. കേദറും ഉണ്ടായിരുന്നു, മത്തിയുണ്ട്, ഓംലെറ്റ്, അങ്ങനത്തെ എല്ലാ സാധനം. ഇപ്പോൾ ലൊക്കേഷൻ വരുന്നത് നമ്മളെ പുതിയ സ്റ്റാൻഡിൽ നിന്ന് വരുന്ന ഭാഗം. നമ്മളെ കോർപ്പറേഷൻ കഴിഞ്ഞ് മുന്നോട്ട് വന്നാൽ നമ്മളെ മാനാഞ്ചേരിക്ക് തിരിയുന്ന വളവില്ലേ, അതാ കാണുന്നതാണ് ആ വളവ് വരുന്നത്. എല്ലാ കമ്മീഷൻ ഓഫീസിന് ബാക്കിലായിട്ട് വരുന്നത് ഈ ഒരു ബോർഡ് കാണാം, പോലീസ് ക്യാൻറ്റീൻ. ഉള്ളിൽ കൊണ്ട് കയറിയാൽ മതി. പിന്നെ ഈ ഒരു പായസം എടുത്ത് പറയട്ടെ, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഉടായ്പ പായസം ഒന്നും ആയിട്ട് തോന്നിയിട്ടില്ല. പിന്നെ 50 റുപ്യേൻ്റെ ചോറിനൊരു പായസം കൂട്ടി ഊണ് കഴിക്കുക എന്നുള്ളത് ഒരു സുഖം തന്നെയല്ലേ.